ഓക്കെ, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ വളരെ ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അക്കോർഡിംഗ് ടു ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോസ്റ്റിനെ പ്രധാനമായും 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയും. അതായത് നമ്മളൊരു റോ മെറ്റീരിയൽ എടുത്തു. ഈ റോ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ആക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് വരുന്ന ടോട്ടൽ കോസ്റ്റ്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമല്ല ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് അതർ കോസ്റ്റ് ടു. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അല്ലെ. നമ്മളിവിടെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ, ഒരു മാനുഫാക്ചറിങ് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതിന് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ആ കോസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ സെല്ലിംഗ് കോസ്റ്റ്. ഇത് ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്തു, അതിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റി, അതിനെ ഒരു സെയിലബിൾ കണ്ടീഷനിലേക്ക് മാറ്റി കഴിഞ്ഞു. ദെൻ സെയിൽ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെല്ലിംഗ് കോസ്റ്റ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. നമുക്കറിയാം നമ്മളെ പ്രൊഡക്ഷൻ സെന്ററും അതുപോലെ നമ്മുടെ സെല്ലിംഗ് പ്ലേസും തമ്മിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. സോ ദർ എക്സിസ്റ്റ് ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻസ് എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡക്ഷൻ സെന്ററിൽ നിന്ന് കൺസേൺഡ് കൺസ്യൂമറിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. സോ ദർ ഇൻകർ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ദെൻ ഫിനാൻസിങ് കോസ്റ്റ്. ഫിനാൻസിങ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തേർഡ് സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് അതിന് കോസ്റ്റ് ഉണ്ടാവും അല്ലെ. നമ്മൾ 10% ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് 1 lakh റേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിനാൻസിങ് കോസ്റ്റ് ആണ് ഈ 10% എന്ന് പറയുന്നത്. ഈ ഇൻട്രസ്റ്റ് എന്താണ്, ഫിനാൻസിങ് കോസ്റ്റ് ആണ്. സോ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രധാനമായും 5 ആയിട്ട് തിരിക്കാം. ഒന്ന് ഇൻ കണക്ഷൻ വിത്ത് മാനുഫാക്ചറിങ്, ദെൻ കോസ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ്, അതിനെ നമ്മൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് വിളിക്കും. ദെൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് incurred in connection with the distribution of product, then financing cost in connection with the fundraising. Okay, ഇതാണ് എന്ത്, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓൺ ദ ബേസ് ഓഫ് ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പല ചാപ്റ്റേഴ്സിലും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചില ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ഓൺ ദ ബേസ് ഓഫ് ബിഹേവിയർ, ഇതിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു വേരിയബിലിറ്റി വെച്ചിട്ട്, അതിന്റെ ഒരു ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായും ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ, 3 തരത്തിലുള്ള കോസ്റ്റ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആണ്, മറ്റൊന്ന് വേരിയബിൾ കോസ്റ്റ് ആണ്, മറ്റൊന്ന് സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. ഇത് 3നെയും നമ്മൾ അസർട്ടൈൻ ചെയ്യേണ്ടതുണ്ട്. കാരണം 3നെയും ട്രീറ്റ് ചെയ്യുന്ന രീതി 3 രീതിയിലാണ്. ഓക്കെ, അപ്പം ആദ്യം ഫിക്സഡ് കോസ്റ്റ് എന്താ നോക്കാം. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് അല്ലെ. നമ്മളിപ്പം ഒരു റൂം റെന്റിന് എടുത്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റൂം നമ്മൾ റെന്റിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റെന്റ് എടുത്ത റൂമാണ്. ഹിയർ വി നീഡ് ടു പേ 10K ആസ് റെന്റ്. പെർ മന്ത് നമ്മൾ എത്ര കൊടുക്കണം, 10,000 രൂപ നമ്മൾ റെന്റ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, ഓക്കെ, ഞാൻ 10 യൂണിറ്റ് ആണ് എന്ത് ചെയ്യുക, ഒരു മാസം ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഞാൻ എത്ര റെന്റ് കൊടുക്കണം, 10K കൊടുക്കണം അല്ലെ. അപ്പൊ ഒരു യൂണിറ്റിന് 1000 രൂപ നമുക്ക് എന്ത് വരുന്നുണ്ട്, റെന്റ് വരുന്നുണ്ട് വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? 10,000 കൊടുത്തിട്ട് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു യൂണിറ്റ് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, 1000 രൂപ. സോ നമ്മളെ മാനേജ്മെന്റ് ഒക്കെ ഇടപെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്ഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. 10ൽ നിന്ന് അവര് 20 യൂണിറ്റ് ആക്കി മാറ്റി. ഒരു മാസം അവർ എത്ര പ്രൊഡ്യൂസ് ചെയ്യും, 20 യൂണിറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യും, ഒന്നും കൂടെ കുറയും. ശരിയല്ലേ? ഇത് ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 100 യൂണിറ്റ് ആക്കി മാറ്റാം. അപ്പോഴും നമ്മൾ എന്ത് കൊടുത്താൽ മതി,
10K as rent. So fixed costs are those costs which will remain constant at all levels of production. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിന് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നിങ്ങൾ എത്ര കൊടുക്കണം? 10K എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം. ഓക്കെ, റെന്റ് കൊടുക്കണം. അത് 0 യൂണിറ്റ് ആണെങ്കിലും ശരി, 2 യൂണിറ്റ് ആണെങ്കിലും, 3 യൂണിറ്റ് ആണെങ്കിലും, 5 ആണെങ്കിലും, 10 ആണെങ്കിലും, 20 ആണെങ്കിലും, 30 ആണെങ്കിലും, 50 ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് എന്ത് മതി? സെയിം മതി. ഓക്കെ, അപ്പം ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും അറ്റ് ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് 10 യൂണിറ്റ് ആണെങ്കിലും ശരി, 20 യൂണിറ്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ 100 യൂണിറ്റ് ആണെങ്കിലും ശരി, അറ്റ് ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ഇനി ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്, ബട്ട് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ വാരി. ഇത് വാരി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫിക്സഡ് കോസ്റ്റ് സെയിം ആണ് അല്ലെ, ബട്ട് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? വാരി ചെയ്യും. നമുക്ക് നോക്കാം. ഇതിൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരിക? 1000 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. ശരിയല്ലേ? അത് 20 യൂണിറ്റ് ആക്കി മാറ്റുന്ന സമയത്ത് എത്രയായിട്ട് മാറും? 500 രൂപയായിട്ട് മാറും. ശരിയല്ലേ? 20 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്ര കൊടുത്താൽ മതി? 10,000 കൊടുത്താൽ മതി. 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്ര കൊടുത്താൽ മതി? 10,000 കൊടുത്താൽ മതി. അപ്പൊ എത്രയേ വരുള്ളൂ? 100 രൂപ എന്ത് വരുന്നുള്ളൂ? അപ്പം ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കോസ്റ്റിന്റെ വോളിയം നമുക്ക് എന്ത് ചെയ്യാം? വാരി ചെയ്ത് കുറഞ്ഞു വരുന്ന കാണാം. ക്ലിയർ? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വാരി ചെയ്യും, ബട്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. റിമെയിൻ കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫിക്സഡ് കോസ്റ്റ്. Then variable cost. So variable cost means variable cost will vary in accordance with volume of production. Okay, variable cost will vary in accordance with the volume of production. For example, നമ്മൾ ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനി എന്ന് ഇരിക്കും. ഓക്കെ, നമ്മുടെ സോപ്പാണിത്. ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഒരു എംപ്ലോയിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 രൂപയാണ്. എത്ര രൂപയാണ്? 5 രൂപ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്? ഒരു ദിവസം ഫസ്റ്റ് ഡേ വന്നിട്ട് ഒരു സോപ്പ് ഉൽപ്പാദിപ്പിച്ചു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തു. എത്ര രൂപ കൊടുക്കണം? 5 രൂപയാണ് അയാളുടെ ഇൻകം. ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് ഡേ വന്ന സമയത്ത് അയാൾ ഒന്നും കൂടെ ഉഷാറായി, ആ ട്രെയിനിങ് കഴിഞ്ഞാണ് അയാൾ എന്ത് ചെയ്തു? അയാളുടെ പ്രൊഡക്ഷൻ ജസ്റ്റ് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്തു, 5 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. ടോട്ടൽ എത്ര കൊടുക്കേണ്ടി വരും അയാൾക്ക്? വേജസ് എത്രയാ? 25. ദെൻ അയാള് വളരെ എഫിഷ്യന്റ് ആയി അയാൾ 50 എണ്ണം ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് എത്ര കൊടുക്കേണ്ടി വരും? 250 രൂപ കൊടുക്കേണ്ടി വരും. ക്ലിയർ? സോ ഇതെന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ഒരു കോസ്റ്റ്, വേജസ് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. കാരണം ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 5 രൂപയാണ്. ആ 2ലേക്ക് വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 10 രൂപയാവും. 3ലേക്ക് വരുന്ന സമയത്ത് 15 ആവും. 4ലേക്ക് വരുന്ന മീൻസ് ഇതിന്റെ വോളിയം കൂടുന്തോറും എന്ത് ചെയ്യും? വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ വേരിയബിൾ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സോപ്പ് പോലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഒന്ന് പ്രൊഡ്യൂസ് ചെയ്താൽ 5 രൂപയായി, രണ്ടെണ്ണത്തിന് 10 ആയി, 15, 20, 30. ഇങ്ങനെ എന്ത് ചെയ്യും? വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അത് റിമെയിൻ കോൺസ്റ്റന്റ് ആണോ? ഇങ്ങനെയാണോ പോകുന്നത്? റിമെയിൻ കോൺസ്റ്റന്റ് ആണോ? നോ, അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? സോ ദിസ് ഈസ് കോൾഡ് വേരിയബിൾ കോസ്റ്റ്. ഇതിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? വേരി ചെയ്യും, ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഫിക്സഡ്, റിമെയിൻ കോൺസ്റ്റന്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇയാൾ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ എത്ര രൂപ കൊടുത്തത്? 5 രൂപ.
അപ്പം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് വരുന്നത്? 5 രൂപയാണ്. 5 ഡിവൈഡ് ബൈ 1. അയാള് 5 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ എത്ര കൊടുത്തത്? 25 ആണ്. 25 ബൈ 5 എത്രയാണ്? 5 തന്നെയാണ്. ഇയാൾ 250 രൂപ കൊടുത്തു. എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തപ്പോ? 50 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തപ്പോ. അപ്പം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ? 5 ആണ്. വിച്ച് മീൻസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. അത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് പ്രധാനപ്പെട്ട മറ്റൊരു കോസ്റ്റ് ആണ് സെമി വേരിയബിൾ കോസ്റ്റ്. These are partly fixed and partly variable. Means these costs are fixed up to a level. ഇവിടം വരെ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഇവിടം വരെ എന്തായിരിക്കും? അത് ഫിക്സഡ് ആയിരിക്കും, ഫിക്സഡ് ചാർജ്. അതിനുശേഷം എന്ത് ചെയ്യാൻ തുടങ്ങും? അത് വാരി ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി വേരിയബിൾ. നമ്മളിപ്പോ ഒരു ഓട്ടോ ടാക്സി ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആദ്യത്തെ 3 കിലോമീറ്ററിന് ഒരു റേറ്റ് ഉണ്ടാവും, അല്ലെ? ആദ്യത്തെ 1.5 കിലോമീറ്റർ അല്ലെ 2 കിലോമീറ്ററിന് ഒരു ഫിക്സ്. അവിടെ നിന്ന് എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യൂല, അല്ലെ? മിനിമം ചാർജ് നമ്മൾ പറയില്ലേ? അതെന്താണ്? ഫോർ എക്സാമ്പിൾ അത് 50 റുപ്പീസ് ആണെങ്കിൽ നിങ്ങൾ ഇത്ര ദൂരം സഞ്ചരിച്ചാലും നിങ്ങൾ എത്ര എണ്ണം കൊടുക്കണം? 50 തന്നെ കൊടുക്കും, അല്ലെ? അത് 50 തന്നെയായിരിക്കും ഒരു ലെവൽ കഴിഞ്ഞാൽ. പിന്നെ എന്ത് ചെയ്യും? അത് പൊന്താൻ തുടങ്ങും. ക്ലിയർ? പിന്നീട് അത് എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്ത് പോകും. ദെൻ നമ്മൾ കോമൺലി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന ഒരു എക്സാമ്പിൾ ആണെന്ത്? നമ്മളെ ടെലിഫോൺ ബില്ല്. പണ്ടത്തെ ടെലിഫോൺ ബില്ല്, നമ്മളെ ലാൻഡ് ഫോൺ ബില്ല്, അത് ചിലപ്പോൾ എന്തായിരിക്കും? 200 ആയിരിക്കും. ഇപ്പൊ 200 നിങ്ങൾക്ക് എത്ര കോൾ ഉണ്ടാവും. അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ 200ന്റെ മുകളിലേക്ക് അത് പോകും, അല്ലെ? അതിനെന്താണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ടെലിഫോൺ ചാർജ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, പവർ ചാർജസ്, depreciation, supervision cost are the example for semi variable cost. Okay, these are also called mixed cost. Okay, ഇതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? Mixed cost, because it has the features of both fixed and variable. Okay, then മറ്റൊരു കോസ്റ്റ് ആണ് സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ്. Okay, these are cost which increases in step. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ അത് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോസ്റ്റ് ഇങ്ങനെ വരികയാണ്. ദെൻ നമ്മൾ ഇതിന് അടുത്തൊരു ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റ സ്റ്റെപ്പ് അങ്ങോട്ട് കയറും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും. നമ്മളിപ്പോ ഒരു എംപ്ലോയീസിനൊക്കെ എംപ്ലോയ് ചെയ്യുന്ന സമയത്ത്, അല്ലെ, ഒരാളെ വെക്കുന്നതിന് പോലെ 2 ആളിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? സാലറി ഒറ്റ ഹൈക്ക് ആയിരിക്കും, അല്ലെ? ഓക്കെ, അപ്പം സ്റ്റെപ്പ് കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് ചങ്കി കോസ്റ്റ്. Step cost is a variant of semi-variable cost. Inspection cost, supervisor's salary, canteen staff wages are the example for step cost. Okay.